നമ്മളിന്ന് വന്നിരിക്കുന്നത് ലുമിനാറിൽ ഒരുമിച്ച് പഠിച്ച് ഒരേ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരിക്കുന്ന രണ്ടുപേരുടെ സക്സസ് സ്റ്റോറി ആയിട്ടാണ്. പ്രീവിയസ് 5 years എക്സ്പീരിയൻസ് ഉണ്ട്. വേറെ ഇൻഡസ്ട്രിയിലായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബിടെക് ആണ് കംപ്ലീറ്റ് ചെയ്തത്. 2013 കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പേടി ഉണ്ടായിരുന്നു. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അതും IT ഫീൽഡിലേക്ക് വരുമ്പോഴേക്കും ടോട്ടലി ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പഠിച്ചപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആ ഒരു രീതിക്ക് പോയോണ്ട് അതിൻ്റെതായ ഒരു നെർവസ്നെസ് ഉണ്ടായില്ല. എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരുന്നു. ഹായ് ഓൾ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ലുമിനാറിൽ ഒരുമിച്ച് പഠിച്ച് ഒരേ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരിക്കുന്ന രണ്ടുപേരുടെ സക്സസ് സ്റ്റോറി ആയിട്ടാണ്. അവർ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവരുടെ ആ ഒരു ഡ്രീം ജോബിലേക്ക് എത്തിയിരിക്കുന്നത്. സോ നമുക്ക് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, എൻ്റെ പേര് അഭിരാം. എൻ്റെ ഒരു ശരത്. ഓക്കെ, നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത് കോഴ്സായിട്ട്? ഞാൻ ഇതിന് മുന്നേ വർക്കിംഗ് ആയിരുന്നു. 5 years വേറെ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. ഓക്കെ, 2017 ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു എടുത്തത്. ഓക്കെ ശരത്. എൻ്റെ ഒരു ശരത്മാണ്. ഞാൻ ബിടെക് ആണ് കംപ്ലീറ്റ് ചെയ്തത്. 2013 കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ. സോ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? പ്രീവിയസ് 5 years എക്സ്പീരിയൻസ് ഉണ്ട്. വേറെ ഇൻഡസ്ട്രിയിലായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ട്രാൻസിഷൻ? എങ്ങനെയുണ്ടായിരുന്നു സൗണ്ട് എഞ്ചിനീയർ ടു സോഫ്റ്റ്വെയർ ടെസ്റ്റർ? ശരിക്കും പേടി ഉണ്ടായിരുന്നു. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അതും IT ഫീൽഡിലേക്ക് വരുമ്പോഴേക്കും ടോട്ടലി ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഇവിടെ എല്ലാവരും നമ്മളെ ആസ് എ ബിഗിനർ നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്ന് മുന്നോട്ട് കൊണ്ടുപോയി. ഓക്കെ, സോ ശരത്തിന്റെ എക്സ്പീരിയൻസ് സെയിൽസ് പേഴ്സൺ, സെയിൽസ് ടു ടെസ്റ്റിംഗ് ഒരു ഹാർഡസ്റ്റ് ജേർണി ആയിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? തീർച്ചയായും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം പിന്നെ വന്നിട്ട് പഠിക്കുമ്പോൾ പിന്നെ മാക്സിമം നല്ല എൻകറേജിങ് ആയിരുന്നു. ലുമിനാർ ഫുൾ അറ്റ്മോസ്ഫിയറും എല്ലാവരും സപ്പോർട്ടും കൊണ്ട് മാക്സിമം എല്ലാ ടോപ്പിക്സും പഠിക്കുന്ന കാര്യമാണെങ്കിലും കവർ ചെയ്യാൻ പറ്റി. പിന്നെ എഡിൻ സാറിൻ്റെ സപ്പോർട്ട് കൊണ്ട് നന്നായിട്ട് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഏത് കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്? മെഗാ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ലുമിനാറിലെ ട്രെയിനിങ് എക്സ്പീരിയൻസ്? ട്രെയിനിങ് അടിപൊളിയായിരുന്നു. നമുക്ക് ടോട്ടലി വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് നമ്മൾ എല്ലാം പറഞ്ഞു തന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ച് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ ശരത്, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ആക്ച്വലി സെയിൽസ് ഫീൽഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സാറിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് പഠിച്ചത് കോഴ്സുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു? നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആ ഒരു രീതിക്ക് പോയോണ്ട് അതിൻ്റെതായ ഒരു നെർവസ്നെസ് ഉണ്ടായില്ല. അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. നമുക്ക് പിന്നീട് അതിനുവേണ്ടി സെപ്പറേറ്റ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് പിന്നെ ചെയ്യേണ്ടി വന്നില്ല. ഭയങ്കര ഒരു പ്ലസ് ആണ്. ഓക്കെ ശരത്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഇന്റർവ്യൂ അസസ്മെന്റ് തന്നിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഇന്റർവ്യൂസ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്ത് പോകാൻ പറ്റിയായിരുന്നു. ഓക്കെ, സോ രണ്ടുപേരും ഹാപ്പിയാണോ ഇപ്പോൾ? അതെ, തീർച്ചയായും. ഓക്കെ, സോ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ലുമിനാറിന്റെ സക്സസ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തത് നിങ്ങളുമാകാം. ബുക്ക് യുവർ സീറ്റ്സ് നൗ.